Krishna Leela, Krishna's eternal legacy, created in gold. Joy Alucas, world's favorite jeweler. ഞാൻ ആര്യെ പരിചയപ്പെടുന്ന സമയം തൊട്ട് എനിക്ക് കുഷീനെ അറിയാം. ഞങ്ങൾ ഭയങ്കര കണക്റ്റഡ് ആണ്. ഞാൻ ആ കുഷിയെ പരിചയപ്പെടുന്ന സമയം തൊട്ട് എൻ്റെ മകൻ എൻ്റെ കൂടെ ഇല്ല. എൻ്റെ നമ്പർ 1 എപ്പോഴും റയാനാണ്. അവന് വേണ്ടി എന്തും ചെയ്യാനും ഞാൻ തയ്യാറാണ്. എനിക്കുള്ള ഒരു ആക്ഷേപം എന്ന് പറഞ്ഞാൽ മകനെ നോക്കാത്തവൻ എന്നാണ്. എൻ്റെ മകനെ പ്രസവിക്കുന്നത് തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ. എൻ്റെ മകനെ വാക്സിനേഷന് കൊണ്ടുപോകുന്ന സമയത്ത് ഞങ്ങൾ ഊബർ നോക്കിയപ്പോൾ ഊബർ കിട്ടാതെ നിവൃത്തിയില്ലാണ്ട് ഞാൻ സ്കൂട്ടറിൽ കൊണ്ടുപോയി. അവന് വെയിലടിച്ചിട്ട് പക്ഷേ നമ്മളെ വീട് ഡോക്യുമെൻ്റ് വെച്ചിട്ട് നമ്മൾ വണ്ടി എടുത്തു. റയാനെ എൻ്റെ അടുത്തുനിന്ന് കൊണ്ടുപോകുന്നത് റയാന് 2 വയസ്സ് കഴിഞ്ഞ ദിവസമാണ്. പിന്നെ എന്നെ മകനെ കാണിക്കാതിരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നെ അറിയില്ലായിരുന്നു എൻ്റെ മകന് കുറച്ച് അടുത്ത കാലം വരെ. അതറിയാം, എൻ്റെ മോനെ അറിയില്ല. അവൻ്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് കൊടുക്കാൻ ബാംഗ്ലൂർ പോകുമ്പോൾ അവരവിടെ ഇല്ല. അവർ വേറെ കൂർഗിലോ എവിടെയെങ്കിലും ഒക്കെ പോകും ട്രിപ്പ് അടിക്കാനായിട്ട്. അവര് പറയുന്നത് ഞങ്ങളെ 2 പേരെയും കൂടെ ബാംഗ്ലൂർ കൊണ്ടാക്കിയത് സിബിനാണ്. അതിനുശേഷം സിബിൻ തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല എന്നുള്ളത്. അങ്ങനെ തിരിഞ്ഞു നോക്കാതിരിക്കാനാണെങ്കിൽ 2020 കോവിഡ് ഹിറ്റ് ചെയ്യുന്ന മാർച്ച് വരെ എല്ലാ മാസവും കൃത്യമായിട്ട് 25,000 എൻ്റെ മകനെ ഞാൻ അയച്ചു. അപ്പോൾ എൻ്റെ ഗതികേടെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മകനെ കാണാൻ വേണ്ടി ഫ്ലാറ്റിൻ്റെ താഴെ കാർ പാർക്കിങ്ങിലാണ് കാണുന്നത്, അല്ലെങ്കിൽ അവരുടെ ഫ്ലാറ്റിൻ്റെ ടെറസിൻ്റെ മുകളിലാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ പല സാഹചര്യത്തിലും ഞാൻ പുള്ളിക്കാരത്തേക്ക് ഞാൻ ഒരു ദിവസം എത്ര മെസ്സേജുകൾ അയക്കുമെന്നറിയോ? എനിക്ക് മകനെ കാണണം, എനിക്ക് എൻ്റെ മോനെ കാണിച്ചു തരാൻ പറ്റുമോ? എത്ര പ്രാവശ്യം ഫോൺ വിളിക്കും എന്നറിയോ? പുള്ളിക്കാരത്ത് എൻ്റെ ഫോൺ എടുക്കാറില്ല. പക്ഷെ നേരെ മറിച്ച് കാശ് വൈകി കഴിഞ്ഞാൽ പുള്ളിക്കാരത്ത് വിളിക്കും, യൂട്യൂബിൽ കയറി കമൻറ്റ് ചെയ്യും. എൻ്റെ വീട്ടിൽ ഒരു ഗ്ലാസ് ടീപ്പ ഉണ്ടായിരുന്നു. ഇത് മറിഞ്ഞ് വീണ് പൊട്ടി. ഇത് പറക്കി കളഞ്ഞപ്പോൾ എൻ്റെ കൈ മുറിഞ്ഞിട്ട് ചോര താഴെ വീണു. പുള്ളിക്കാരത്തി ആ ഫോട്ടോ എടുത്തു. കുറേ കാലം കഴിഞ്ഞിട്ട് ഈ ഫോട്ടോ യൂട്യൂബിൽ വന്നു. എന്നിട്ട് പുള്ളിക്കാരത്തി അതിൻ്റെ താഴെ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പുള്ളിക്കാരത്തി കുത്തി ആ ചോരയാണ് താഴെ വീണത്. പിന്നീട് ഇതെപ്പോഴെങ്കിലും മകനോട് പറയാനുള്ളൊരു അവസരം ഉണ്ടായോ? ഇല്ല, ഞാനും എൻ്റെ മകനും അങ്ങനെ ഒരു എന്താ പറയുക, ഡെയിലി കാണുന്ന ഒരു സംസാരിക്കുന്ന ഒരു സ്ഥലത്തല്ല. ഇതിലൊരു പ്രശ്നം എന്താ പറയുക വീണ, ആക്ച്വലി എനിക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആണ് ഈ കാര്യം. ഞാൻ എൻ്റെ മകനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കണമെന്ന് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് പല സാഹചര്യത്തിലും. പക്ഷെ ഞാൻ പറയുന്ന പല കാര്യങ്ങളും നെഗറ്റീവായിട്ട് വേറൊരാളെ എഫക്റ്റ് ചെയ്യാൻ സാധ്യത ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒഴിവാക്കുന്നതാണ്. പക്ഷെ നമുക്ക് തിരിച്ചതില്ല. മനസ്സിലായി? അല്ല അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞേ, നമുക്ക് എപ്പോഴെങ്കിലും നമ്മളുടെ ഉള്ളിൽ എന്താണ് കടന്നു പോകുന്നതെന്നുള്ളത് ആളുകൾ അറിഞ്ഞോട്ടെ എന്ന് ചിന്തിച്ചുകൂടെ? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് ആളുകൾ നമ്മളെക്കുറിച്ച് തെറ്റായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്, നമ്മളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ തെറ്റായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്? എന്താണ് യഥാർത്ഥത്തിൽ എൻ്റെ മകനോട് എനിക്കുള്ള സ്നേഹം എന്ന് പറയുന്നത്? എനിക്ക് നാട്ടുകാരെ കാണിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ എന്താണ് ഉള്ളതെന്ന് നമുക്ക് വേണേൽ പറയാമല്ലോ. എനിക്ക് ഡെഫിനറ്റ്ലി റയാൻ എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉണ്ട്. എൻ്റെ നമ്പർ 1 എപ്പോഴും റയാനാണ്. അതിലൊരു മാറ്റമില്ല. അവന് വേണ്ടി എന്തും ചെയ്യാനും ഞാൻ തയ്യാറാണ്. അപ്പം ബേസിക്കലി എനിക്കുള്ള ഒരു ആക്ഷേപം എന്ന് പറഞ്ഞാൽ മകനെ നോക്കാത്തവൻ എന്നാണ്. ഞാനത് ഒരുപാട് കമന്റുകൾ, സ്വന്തം മകനെ തിരിഞ്ഞു നോക്കാത്തവൻ. ആക്ച്വലി റയാനെ എൻ്റെ അടുത്തുനിന്ന് കൊണ്ടുപോകുന്നത് റയാന് 2 വയസ്സ് കഴിഞ്ഞ ദിവസമാണ്. 2 വയസ്സ് കഴിയുന്നത് ഫെബ്രുവരിയിലും റയാൻ എൻ്റെ അടുത്തുനിന്ന് പോകുന്ന ഒരു മാർച്ച് ഏപ്രിൽ സമയത്താണ്. ഈ ഡേറ്റ് കൃത്യമായിട്ട് ഓർമ്മയില്ല. അന്ന് തൊട്ട് ഞാൻ റയാനെ കൃത്യമായി പോയി കാണാനും മിക്കവാറും എല്ലാ മാസങ്ങളിലും ബാംഗ്ലൂരിലാണ് പോകുന്നത്. അപ്പോൾ അന്ന് നമ്മൾ ഫിനാൻഷ്യലി ഇത്ര സ്റ്റേബിളൊന്നും അല്ല, എപ്പോഴും ബാംഗ്ലൂർ പോകാനൊന്നും ഉള്ള സാമ്പത്തിക ശേഷിയില്ല. പക്ഷേ എന്നിരുന്നാലും ഞാൻ മാക്സിമം റയാനായിട്ട് പോകും. അവിടെ നിൽക്കാറുണ്ട്. ഞാൻ അവിടെ പോയി നിന്ന് അവനോട് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. പിന്നെ ഗ്രാജ്വലി ഞാനും എൻ്റെ മുൻ ഭാര്യയും തമ്മിൽ വർക്കാവില്ല എന്നുള്ളൊരു സാഹചര്യം എത്തിയല്ലോ. അപ്പോൾ ഡെഫിനറ്റ്ലി ഞങ്ങൾ തമ്മിലാകും. പിന്നെ എന്നെ മകനെ കാണിക്കാതിരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട്. അതാണ് സത്യം. ഇതിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ അതിൽ ആധികാരികത എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പേഴ്സണൽ ചാറ്റുകളായിരിക്കും, ഞാൻ എൻ്റെ ചിലപ്പോൾ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. ഇതൊക്കെ എനിക്ക് കാണിക്കേണ്ട ഒരു സാഹചര്യം വരും ചിലപ്പോൾ ഈ വീഡിയോ പുറത്തു പോകുമ്പോൾ. ബിക്കോസ് പുള്ളിക്കാരത്തി അത്തരത്തിലൊരു ഒരു ഇമേജാണ് എനിക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ എൻ്റെ കൂട്ടുകാരനുമായി സംസാരിച്ച ഓഡിയോ മെസ്സേജിൻ്റെ ശകലങ്ങൾ കട്ട് ചെയ്ത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഞാൻ എൻ്റെ കൂട്ടുകാരനുമായി സംസാരിച്ച ഓഡിയോ മെസ്സേജ് റെക്കോർഡ് ചെയ്യുന്നത് എന്തിനായിരിക്കും? അതെന്തിനാ കൂട്ടുകാരൻ അത് അങ്ങനെ ഒരാൾക്ക് കൊടുത്തത്? എന്തിനാണ്? അതെൻ്റെ എക്സ് കൂട്ടുകാരനാണ്.
എൻ്റെ എക്സ് കൂട്ടുകാരനായതിനു ശേഷമാണ് അവർ തമ്മിൽ സംസാരിക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരു ഓഡിയോ മെസ്സേജ്, പിന്നെ ഞങ്ങൾ തമ്മിൽ, ഞാനും ഈ പറയുന്ന മുൻ ഭാര്യയും തമ്മിൽ തുടക്കകാലങ്ങളിൽ സംസാരിച്ചിരുന്ന ഞങ്ങൾ തമ്മിൽ പിരിയുമെന്ന് ഉറപ്പുപോലും ഇല്ല. ആ സമയത്ത് ഞങ്ങൾ സംസാരിച്ച ഓഡിയോ മെസ്സേജ് എന്തിനാണ് ഈ റെക്കോർഡ് ചെയ്യുന്നത്, എന്തിനായിരിക്കും ഫോൺ റെക്കോർഡ്, ഇവനിട്ട് പണിയാന്നുള്ള മൈൻഡിലായിരിക്കാം. അപ്പൊ ഡെഫിനറ്റ്ലി നമ്മുടെ ചില ഫോണുകൾക്ക് ഓൾറെഡി റെക്കോർഡിംഗ് ഫെസിലിറ്റി ഉണ്ടല്ലോ. ഇത് അങ്ങനെയുള്ള ഫോണല്ല, ഞാൻ വാങ്ങിച്ചു കൊടുത്ത ഫോണല്ല, അപ്പൊ എനിക്കറിയാം ഇത് അങ്ങനെയുള്ള ഫോണല്ല. അപ്പോൾ അതായിരിക്കാം. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് പിന്നെ ഈ പറയുന്ന ഇതുപോലൊരു യൂട്യൂബ് ചാനൽ വന്നിരുന്ന് ഈ ഓഡിയോ മെസ്സേജുകൾ പുറത്തു വിടുക, അതിൻ്റെ എഡിറ്റഡ് സാധനങ്ങൾ, ഞാൻ ദേഷ്യപ്പെടുന്ന സാധനങ്ങൾ മാത്രം പുറത്ത് വിട്ടിട്ട് എനിക്കുള്ള ഒരു റോങ്. പിന്നെ ഏതോ ഒരു മാസത്തിന് ശേഷം മകനെ നോക്കിയിട്ടേ ഇല്ല എന്ന് പറയുകയാണ്. അതായത് ഞാൻ ഇതിലൊരു ക്ലാരിറ്റി ചോദിച്ചോട്ടെ. അതായത് ഞാൻ കണ്ടൊരു വീഡിയോ, പുള്ളിക്കാരി സംസാരിക്കുന്ന ഒരു വീഡിയോ, അതിൽ അവർ പറയുന്നത് ഞങ്ങളെ രണ്ടുപേരെയും കൂടെ ബാംഗ്ലൂർ കൊണ്ടാക്കിയത് സിബിനാണ്, അതിനുശേഷം സിബിൻ തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല എന്നുള്ളത്. അതൊക്കെ അങ്ങനെ തിരിഞ്ഞു നോക്കാതിരിക്കാനാണെങ്കിൽ 2020 കോവിഡ് ഹിറ്റ് ചെയ്യുന്ന മാർച്ച് വരെ എല്ലാ മാസവും കൃത്യമായിട്ട് 25,000 എൻ്റെ മകന് ഞാൻ അയച്ചു കൊടുക്കും. പുള്ളിക്കാരത്തെ അക്കൗണ്ടിലാണ് ഞാൻ പൈസ കൊടുക്കുന്നത്, അല്ലാതെ നേരിട്ട് ക്യാഷ് ആയിട്ടൊന്നുമല്ല. തിരിഞ്ഞു നോക്കാത്ത ഞാനാണെങ്കിൽ എന്തിനായിരിക്കും ഇത് കൊടുക്കുന്നത്? പിന്നെ ഞാൻ എൻ്റെ മകനെ സ്ഥിരമായി കാണുന്ന ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട് ആ സമയം വരെ, എപ്പോൾ ഞാൻ കണ്ടാലും. അപ്പോൾ എൻ്റെ ഗതികേടെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മകനെ കാണാൻ വേണ്ടി ഫ്ലാറ്റിൻ്റെ താഴെ കാർ പാർക്കിങ്ങിലാണ് കാണുന്നത്, മനസ്സിലായോ? ഇത് എൻ്റെ ഫോട്ടോസാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ അവരുടെ ഫ്ലാറ്റിൻ്റെ ടെറസിൻ്റെ മുകളിലാണ് ഞാൻ കാണുന്നത്. എനിക്ക് ആ വീട്ടിനകത്ത് പോയിരുന്ന് സംസാരിക്കാൻ അവനുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ സാഹചര്യങ്ങളില്ല. എന്നിട്ട് മകനെ തിരിഞ്ഞു നോക്കാത്ത ഞാനാണ് കസ്റ്റോഡിയൻഷിപ്പിന് വേണ്ടിയിട്ട് കോടതിയിൽ ഫയൽ ചെയ്തത്. എൻ്റെ മകനെ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാനാണ് കോടതിയിൽ കേസ് കൊടുത്തത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഞാൻ ഡിവോഴ്സ് കൊടുക്കുന്നില്ല എന്ന്. 2021 ഞാനാണ് ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത്, പുള്ളിക്കാരത്തി അല്ല. ഞാനാണ് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടത്. കാര്യം എൻ്റെ കൂടെ ഇനി ജീവിക്കാൻ താല്പര്യമില്ലാത്ത ആളാണെങ്കിൽ നമുക്ക് നിയമപരമായി പിരിയാം. അപ്പം ഞാനാണ് ഡിവോഴ്സ് ഫയൽ ചെയ്യുന്നത്, ഫസ്റ്റ് ഞാനാണ് കേസ് കൊടുക്കുന്നത്. പിന്നെ പുള്ളിക്കാരത്തി പല സാഹചര്യങ്ങളിൽ വരാതിരിക്കുന്നു. എനിക്ക് എൻ്റെ മകനെ കാണിക്കുന്നില്ല എന്നും പറഞ്ഞ് ഞാനാണ് കോടതിയിൽ കസ്റ്റോഡിയൻഷിപ്പ് ചോദിച്ച് കേസ് കൊടുത്തത്. ഇപ്പോൾ പല സാഹചര്യത്തിലും ഞാൻ ഇതൊക്കെ വേണോ വീണ? അല്ല, അത് നമുക്ക് നമ്മുടെ നെയിം ക്ലിയർ ചെയ്യാനുള്ള ഒരു സാഹചര്യം ആയിരിക്കുമല്ലേ ഇത്? അല്ല, ഞാൻ ചോദിക്കുന്നത് എന്തിനാ ഇങ്ങനെ കുറെ പുകപടലങ്ങളിൽ നിൽക്കേണ്ടതുണ്ടോ? അതുകൊണ്ട് മാത്രം ഞാൻ ചോദിച്ചതാ. ബുദ്ധിമുട്ടാണെങ്കിൽ അല്ലെ, ബുദ്ധിമുട്ടെന്നല്ല. ഇതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഇങ്ങനെ ഇതിൽ പറയണമെന്നുള്ളത് എൻ്റെ കൺഫ്യൂഷൻ എന്നുള്ളത്. ഞാൻ ഇപ്പോൾ ഫോൺ എടുത്തത് തന്നെ ഞാൻ പുള്ളിക്കാരത്തിക്ക് അയച്ച മെസ്സേജാണ്. പുള്ളിക്കാരത്തിക്ക് ഞാൻ ഒരു ദിവസം എത്ര മെസ്സേജുകൾ അയക്കുമെന്നറിയോ? എനിക്ക് മകനെ കാണണം, എനിക്ക് എൻ്റെ മോനെ കാണിച്ചു തരാൻ പറ്റുമോ, എത്ര പ്രാവശ്യം ഫോൺ വിളിക്കും എന്നറിയോ? പുള്ളിക്കാരത്തി എൻ്റെ ഫോൺ എടുക്കാറില്ല. അപ്പം മകനെ കാണണമെങ്കിൽ ബേസിക്കലി ആദ്യം ഫോണല്ലേ എടുക്കേണ്ടത്. ഫോൺ എടുത്ത് സംസാരിച്ചാലല്ലേ എനിക്ക് മോനെ കാണാൻ പറ്റും. പക്ഷെ നേരെ മറിച്ച് കാശ് കിട്ടേണ്ട കൃത്യമായിട്ടുള്ളൊരു ഡേറ്റ് ഉണ്ടല്ലോ, ഒരു 15-20 കാശ് വൈകി കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി വിളിക്കും, യൂട്യൂബിൽ കയറി കമൻറ്റ് ചെയ്യും. നമ്മളൊരു എഗ്രിമെന്റിലാണ് പുറത്തിറങ്ങിയത്. എന്തുകൊണ്ടാണ് ഇത് അവരോട് നേരിട്ട് ചോദിച്ചൂടെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു? ഫോൺ എടുത്താലല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾക്കിടയിൽ ആകെ വർക്ക് ചെയ്യുന്നത് നമ്മുടെ റിലേറ്റീവ്സ് ആണ്. അവരെ വഴി മാക്സിമം കണക്ട് ചെയ്യാൻ പറ്റുന്ന പോലെ കണക്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പൊ ഈ അടുത്ത് ഞാൻ പോയി കണ്ട് ഫെബ്രുവരി ഡേറ്റ് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ഫെബ്രുവരി ഇല്ല ഏപ്രിൽ എന്തോ പോയി ഓർക്കുന്നില്ല. ഞാൻ പോയി കണ്ട് തിരിച്ചു വന്നപ്പം ഞാൻ പോയ കാര്യങ്ങൾ സഹിതം അവിടെ നടന്ന സംസാരിച്ച ഓൾമോസ്റ്റ് വിഷയങ്ങളെല്ലാം ഒരു യൂട്യൂബ് ചാനൽ ഒരാൾ വന്നിരുന്നു പറയാണ്. സെബിൻ വന്നിരുന്നു, മോനെ കണ്ടിരുന്നു, ഇത്രേ ചെയ്തുള്ളൂ, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇതെങ്ങനെയാണ് അവിടെ അറിയുന്നത്? അപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് പുള്ളിക്കാരത്തി ഇനി എൻ്റെ ഇമേജ് ഇങ്ങനെ നശിപ്പിക്കണം എന്നുള്ളതാണോ പുള്ളിക്കാരത്തിയുടെ ആഗ്രഹം? ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ഇത് നമുക്കിപ്പോൾ നമ്മൾ ഒരു മീഡിയേറ്റർ വഴിയാണ് സംസാരിക്കുന്നതെങ്കിൽ ആ വഴി തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചോദിച്ചുകൂടെ? ചോദിക്കുന്നതിന് മറുപടിയില്ല, അതാണ് ഇതിലെ പ്രശ്നം. എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇതിന് മറുപടിയില്ല. കാശ് എന്നാൽ കൃത്യമായിട്ട് വരണം, അതത്രേ ഉള്ളൂ. കാശ് കിട്ടിയില്ലെങ്കിൽ എന്നെ തിരിച്ചു വിളിക്കും. അത് അമ്മയായിരിക്കും വിളിക്കുന്നത്, പുള്ളിക്കാരത്തെ അല്ല, അമ്മയായിരിക്കും അല്ലെങ്കിൽ വല്യമ്മയായിരിക്കും വിളിക്കുന്നത് അവർ. അല്ലാതെ ഞാനൊരിക്കലും എന്താ പറയുക അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പം റായനെ വീഡിയോ കോൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മകനെ തിരിഞ്ഞ് നോക്കുന്നില്ല എന്ന് പറയുന്നിടത്ത് തന്നെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. 2022 തോന്നുന്നു ഞാനൊരു മെസ്സേജ് അയച്ചു ഈ പുള്ളിക്കാരത്തേക്ക്, ഒരു വലിയ മെസ്സേജ്. ഞാൻ പറഞ്ഞത് യു ഡോണ്ട് ഹാവ് ടു ഡു ദിസ് എലോൺ, ഒറ്റയ്ക്ക് ചെയ്യേണ്ട. റായൻ ഒരു അച്ഛൻ വേണം, അവൻ്റെ സ്ഥാനത്ത് നിന്ന് എന്താണോ ചെയ്യേണ്ടത് ഞാൻ ചെയ്യാൻ തയ്യാറാണ്, നീ ദയവ് ചെയ്ത് നമുക്ക് ഒരുമിച്ച് ഹാൻഡ് ഇൻ ഹാൻഡ് മുമ്പോട്ട് പോവാം എന്ന് ഞാൻ വളരെ കൃത്യമായിട്ട് പുള്ളിക്കാരത്തേക്ക് അയച്ച മെസ്സേജ് എൻ്റെ ഫോണിനകത്ത് ഇപ്പോഴും ഉണ്ട്. ഇതൊന്നും ഞാൻ പരസ്യപ്പെടുത്താറില്ല. അതുപോലെ തന്നെ കേസ് ഫയൽ എന്തുകൊണ്ട് കേസിന് ഹാജരാകുന്നില്ല എന്നും ഞാൻ ചോദിക്കുന്നുണ്ട്. ഇയാൾക്കിത് വേണമെങ്കിൽ കോടതി വരും, നമുക്ക് അവിടെ വന്നിട്ടൊന്ന് സംസാരിക്കാം, വന്നാലേ സംസാരിക്കാൻ പറ്റുള്ളൂ.
പിന്നെ നമുക്ക് ലോകത്തൊന്നും ഇല്ലാത്തൊരു സെറ്റിൽമെന്റ് ഒരിക്കലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിവോഴ്സ് കൊടുക്കാൻ പറ്റില്ല. സത്യമാണ്. ദൈവാനുഗ്രഹിച്ച് ഇപ്പോൾ ഡിവോഴ്സൊക്കെ ആയി മാറി നിൽക്കുകയാണ്. ആ സെറ്റിൽമെന്റ് കഴിഞ്ഞിട്ടുമാണ് എന്നെക്കുറിച്ച് റീസെൻ്റ് ആയിട്ട് ഇപ്പോഴും ഇങ്ങനെ ഒരു മകനെ നോക്കുന്നില്ല എന്നും പറഞ്ഞ്. ഇൻഫാക്ട് പുള്ളിക്കാരത്തെയും ഒരു യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ പോയി കമൻറ്റ് ചെയ്ത് ഞാൻ കണ്ടു. എന്താണ് ഈ മാസത്തെ പൈസ എന്തോ വരാൻ ലേറ്റായി. അത് ലേറ്റായെന്ന് പറഞ്ഞാൽ ഞാൻ കാണാൻ പോയ ദിവസത്തെ കഥ യൂട്യൂബേഴ്സിന് കൊടുത്തതുകൊണ്ടാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് എഗ്രിമെൻറ്റിലുള്ള കാര്യമാണ്, പൊതുവേദികളിൽ സംസാരിക്കരുന്നുള്ള. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ഹോൾഡ് ചെയ്തു, എൻ്റെ അഡ്വക്കേറ്റിൻ്റെ അഡ്വൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ഞാൻ ഇപ്പം മകനെ സ്കൂളിൽ ചേർത്തു. ഏത് സ്കൂളാണെന്ന് വെച്ചിട്ട് പറയുന്നില്ല. ഓക്കെ, എന്ത് കോഴ്സാണ്, എന്താണ് അവന് ചെയ്യുന്നത്? ഇപ്പം മകന് ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് പറയുന്നു. എന്ത് ട്രീറ്റ്മെൻറ്റ്? തെറാപ്പി, സ്പീച്ച് തെറാപ്പിയാണ് ചെയ്യുന്നത്. എവിടെയാണ് ചെയ്യുന്നത്? എത്ര കാലഘട്ടമുണ്ട് ഈ തെറാപ്പിക്ക്? ഈ ഇൻഫോർമേഷൻസ് ഒന്നും എനിക്കില്ല. അതൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ വേറൊരു കാര്യം ചെയ്യൂ, സ്കൂളിലെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് തരൂ, മുഴുവൻ തുകയും ഞാൻ അടച്ചോളാം, ഫുൾ ഫീസും ഞാൻ അടച്ചോളാം. ഇതാണ് ഞാൻ പറയുന്നത്, മൊത്തം ഞാൻ അടച്ചോളാം. അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇല്ല, ആ അക്കൗണ്ടിലേക്കാണ്, ഞങ്ങളുടെ അക്കൗണ്ടിൽ അയച്ചാൽ മതി കാശ്. ഇതൊക്കെയാണ് പാരലൽ വേൾഡിൽ നടക്കുന്നത്. പക്ഷെ ഇതൊന്നും ഞാൻ വന്നിരുന്നു ഇപ്പൊ ഞാൻ വീണ അടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വീണ പറഞ്ഞ ഒരു കാര്യം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തിനാണ് ഒരു പുകപടലത്തിനിടയിൽ ജീവിക്കുന്നത്? കാരണം വേറൊരാൾക്ക് വേണ്ടിയിട്ടാണ് ഇവരെ കളഞ്ഞത്. എന്തൊക്കെ തരത്തിലുള്ള കമന്റുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എവിടെയെങ്കിലും നമ്മളെ ക്ലാരിഫൈ ചെയ്യുന്നതല്ലേ എപ്പോഴും നല്ലത് എന്ന് ഓർത്തോണ്ട് മാത്രമേ ചോദിച്ചതാ. കൊഡ് വിട്ടു എന്നുള്ളത് സത്യമാണ്, അതില്ലെന്നല്ല. അത് ഒരു ദിവസം എൻ്റെ അടുത്ത് എനിക്ക് ബാംഗ്ലൂർ പോകണം, ചേച്ചി ബാംഗ്ലൂരാണ് താമസിക്കുന്നത്, ചേച്ചിയുടെ അടുത്ത് പോയി നിൽക്കണം എന്ന് പറഞ്ഞു. കുറച്ച് ദിവസം ഇന്ന് പോകണമെന്ന് ചോദിച്ചു. കാര്യം നാളെ എനിക്കൊരു ഷോ ഉണ്ട് കോളേജ്, ഇന്ന് എനിക്ക് പോയേ പറ്റുമെന്ന് പറഞ്ഞ് വാശി പറഞ്ഞു. ഇപ്പം മകനുള്ളത് കൊണ്ട് അന്ന് രാത്രി ഞാൻ ഡ്രൈവ് ചെയ്ത് ഇവരെ ഡ്രോപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ ഞാൻ അവിടെ തിരിച്ചു വന്നു ഷോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ശരിയാണ്. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച ഞാൻ കാഷ്വലായിട്ട് പോയി എൻ്റെ ഭാര്യയും കൊച്ചിനെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുമ്പോൾ വരുന്നില്ല. പിന്നെ ഒന്നെന്നുള്ളത് 3 ആയി, 6 ആയി, 1 വർഷമായി. 2 വർഷത്തോളം ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തിരിച്ചു വരാൻ ഉദ്ദേശമില്ല. പക്ഷെ എപ്പോഴും ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എപ്പോഴും പറയില്ലേ 2 കൈ കൂട്ടി അടിച്ചാലേ ശബ്ദം ഉണ്ടാവുള്ളൂ എന്ന്. നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നായിട്ട് സിബിന് തോന്നിയിട്ടുണ്ടോ? ആ ഒരു ഞാൻ തുടക്കം തൊട്ടേ പറയുന്ന കാര്യം എന്താണെന്നറിയോ, നമ്മൾ ഒരിക്കലും പുള്ളിക്കാരത്തിയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല, ഇപ്പോഴും പറയാണ് പുള്ളിക്കാരത്തിയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പുള്ളിക്കാരത്തിയുടെ എക്സ്പെക്ടേഷന് പറ്റിയൊരു ഭർത്താവല്ല ഞാൻ, അതാണ്. അത് ഇറ്റ്സ് നോട്ട് ഹെർ മിസ്റ്റേക്ക് അല്ലേ. എനിക്ക് പുള്ളിക്കാരത്തിയുടെ അടുത്ത് നിന്ന് കിട്ടുന്ന റിയാക്ഷൻസ് ഞാൻ പുള്ളിക്കാരി ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാത്തതുകൊണ്ടാണ്. അയാൾക്ക് പറ്റിയൊരു ഭർത്താവല്ല ഞാൻ, അതുകൊണ്ട് പറ്റിയതാണ്. അല്ലാതെ ഒരിക്കലും പുള്ളിക്കാരത്തേക്ക് കുറവുകളുണ്ടെന്നോ കുറ്റമുണ്ടെന്നോ ഞാൻ പറയില്ല. ഈ മോന് എപ്പോഴെങ്കിലും അച്ഛനെ കുറിച്ച് ചോദിക്കും? എന്നെ അറിയില്ലായിരുന്നു എൻ്റെ മകന് കുറച്ച് അടുത്ത കാലം വരെ, അതറിയോ? എൻ്റെ മോനെ അറിയില്ല. അതെന്താ? അതെൻ്റെ മോനെ അറിയില്ല. നമ്മൾ റെഗുലർ ആയിട്ട് അറിഞ്ഞാലല്ലേ ഇതാണ് എൻ്റെ അച്ഛൻ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പം അവൻ എന്നെ അറിയില്ല ഫിസിക്കലി. ഇപ്പം അവൻ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ചിലപ്പോൾ ഈ അടുത്ത് ഇപ്പം കോടതിയിലാണ് ഞാൻ അവനെ ബാങ്കിലാണ് അവനെ എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നതും ഞാൻ അവനോട് ഭയങ്കര ക്ലോസ് ആയിട്ട് ഇടപെട്ടുന്നു. മറ്റത് വല്ലപ്പോഴും ഒരിക്കൽ വരുന്ന ഒരു അങ്കിളായിട്ട്. കാര്യം അവനെ എനിക്ക് കാണാൻ സമ്മതിക്കാത്തതുകൊണ്ടാണ്, അല്ലാതെ ഞാൻ ശ്രമിക്കാത്തതുകൊണ്ടല്ല. അവൻ്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് കൊടുക്കാൻ ബാംഗ്ലൂർ പോകുമ്പോൾ അവരവിടെ ഇല്ല, അവർ വേറെ കൂർഗിലോ എവിടെയെങ്കിലും ഒക്കെ പോകും ട്രിപ്പ് അടിക്കാനായിട്ട്. എന്നാൽ ഞാനിത് അപ്ഡേറ്റ് ചെയ്യും, ചോദിക്കും ഐ എം കമ്മിങ് ടു ബാംഗ്ലൂർ, ഐ വോണ്ട് ടു മീറ്റ് മൈ സൺ. മെസ്സേജ് കാണും, റെസ്പോണ്ട് ചെയ്തിരിക്കും. ഞാൻ രണ്ടും കൽപ്പിച്ച് പോയിട്ടുണ്ട് അവിടെ. അങ്ങനെ എത്രയോ സാഹചര്യങ്ങൾ എനിക്കിങ്ങനെ അങ്ങനെ കാണാൻ പറ്റാതെ ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. ഇതൊന്നും എനിക്ക് പുറത്ത് വന്ന് പറയാൻ എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എൻ്റെ സൈഡ് പറയുമ്പോൾ മറ്റുള്ളവരെ കുറ്റക്കാരാവും. അത് വേണ്ട. കാര്യം എൻ്റെ മകൻ അവരുടെ കൂടെയാണ് താമസിക്കുന്നത്, അതുകൊണ്ട്. ഞാൻ ഇന്നിവിടെ സിബിന്റെ വാട്സാപ്പ് DP കണ്ടപ്പോ മോനും അച്ഛനും നിൽക്കുന്ന ഫോട്ടോയും ഖുഷിയും സിബിൻ നിൽക്കുന്ന ഫോട്ടോയും രണ്ടും ഒരുമിച്ച് ഒരേ ഇമ്പോർട്ടൻസിൽ ഇട്ടേക്കുന്ന ഒരാള്. അങ്ങനത്തെ ഒരാൾക്കെതിരെ ഇത്രയും ആരോപണങ്ങൾ എന്തുകൊണ്ടായിരിക്കുമെന്ന് ഓർത്തിട്ട് മാത്രമേ ഞാൻ ചോദിച്ചത് ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ടോ. അത് ആ ഒരു ഫേസ് കഴിഞ്ഞു, അതിൽ നമ്മൾ പുറത്തു വന്നപ്പോൾ ഡിവോഴ്സും അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം തീർന്ന് നമ്മൾ പുതിയൊരു ലൈഫിലേക്ക് തുടങ്ങാൻ പോവുകയാണ്. അപ്പോഴെങ്കിലും അവര് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നോ? അല്ല, ഇത് ഞാനിപ്പോൾ പറഞ്ഞ വീണ, ഞാൻ പറഞ്ഞത് റീസെന്റ് കാര്യമാണ്. അതായത് കഴിഞ്ഞ ആഴ്ച ഞാൻ രാത്രി ഉറക്കം ബെഡിൽ കിടക്കുന്ന സമയത്ത് ചുമ്മാ റാൻഡമായിട്ട് നമ്മളുടെ വീഡിയോസ് സുഹൃത്തുക്കൾ അയച്ചു തരുമല്ലോ. അപ്പോൾ അങ്ങനെ അയച്ചെന്നൊരു വീഡിയോയുടെ താഴെ ഞാൻ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരു കമന്റ് കിടക്കുകയാണ്. പുള്ളിക്കാരത്തിട്ടൊരു കമൻറ്റാണ്, പുള്ളിക്കാരത്തിൻ്റെ അക്കൗണ്ടിൽ ഇങ്ങനെ ഒരു കമൻറ്റ് ഇട്ടു. അപ്പോൾ ഞാൻ ഈ കമൻറ്റ് ഇടേണ്ട സാഹചര്യം എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്താണ് ഈ കമൻറ്റ് ഇടാൻ? മാസം ഞാൻ കൊടുക്കേണ്ട ഒരു എമൗണ്ട് ഉണ്ട്, അത് കോടതി പറഞ്ഞ എമൗണ്ട് ഒന്നുമല്ല, ഞാനായിട്ട് പറഞ്ഞതാണ്. എൻ്റെ ഡിവോഴ്സ് സെറ്റിൽമെൻറ്റിൽ ഞാൻ എഴുതിയതാണ് ഇത്ര എമൗണ്ട് ഓർ റയാൻ്റെ മെഡിക്കൽ ആൻഡ് സ്കൂൾ എഡ്യൂക്കേഷണൽ എക്സ്പെൻസസ്. ഇത് കംപ്ലീറ്റ്ലി ഞാൻ ബെയർ ചെയ്യാമെന്നാണ് പറഞ്ഞത്. കംപ്ലീറ്റ്ലി ഇത് കംപ്ലീറ്റ്ലി പുള്ളിക്കാരത്തിൻ്റെ അക്കൗണ്ടിൽ കൊടുക്കേണ്ട കാര്യമില്ല, സ്കൂൾ അക്കൗണ്ടിലല്ലേ കൊടുക്കേണ്ടത് ഞാൻ. പിന്നെ റയൻ്റെ പേരിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, എനിക്കും റയനുമായിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. ഇത് രണ്ടും ഞാൻ ചെയ്ത് കഴിയും. മറ്റത് സ്കൂളിലെ അക്കൗണ്ടിൽ ചെയ്യാൻ ഞാൻ തയ്യാറാണ്.
അപ്പോൾ പുള്ളിക്കാരത്ത് ഞാൻ നേരിട്ട് കണ്ട സമയത്ത് ഞാൻ സ്കൂൾ തുറക്കാൻ സമയമായി, അവനെന്തെങ്കിലും മേടിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് കാശ് എല്ലാം അക്കൗണ്ട് തുറക്കണം കേട്ടോ, അക്കൗണ്ടിൽ കൊടുത്തു കഴിഞ്ഞിട്ട് വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ പിരിയാണ്. ഇനി മകൻ്റെ ഫ്യൂച്ചർ ഞാനും പുള്ളിക്കാരിയും ആയിരിക്കും, ഒരുമിച്ചൊരു കോ പാരൻറ്റിങ് സെറ്റപ്പ് ഉണ്ടാവും എന്നുള്ളൊരു കോൺഫിഡൻസിൽ ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരുന്നു. 3-ാമത്തെ ദിവസം യൂട്യൂബിൽ വീഡിയോ വരികയാണ്. ഞാൻ അവിടെ സംസാരിച്ച കാര്യങ്ങളും ഞാൻ എവിടെ താമസിച്ചു എല്ലാം വെച്ചിട്ട് 2-3 യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്യാണ്. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് ഇത് എങ്ങനെ ഇത് അവിടെ എത്തിയെന്ന് ഞാൻ ചോദിച്ചതിന് എനിക്ക് മറുപടി കിട്ടിയില്ല. പുള്ളിക്കാരത്ത് പറഞ്ഞത് ഞാനല്ല പറയുന്നതെന്ന് പറഞ്ഞിട്ട്, അത് എന്നോട് ഡയറക്റ്റ് അല്ല പറഞ്ഞത്, ഈ പറഞ്ഞ മീഡിയേറ്റേഴ്സ് വഴി പറഞ്ഞാൽ എന്നോട് ഡയറക്റ്റ് സംസാരിക്കാൻ പോലും കോൺഫിഡൻസ് ഇല്ല. ശരി, ആ പ്രശ്നം അവിടെ കഴിഞ്ഞു എന്നും പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അഡ്വക്കേറ്റ് പറഞ്ഞു, ഒരു കാര്യം ജിസിബിൻ ഒന്ന് ഹോൾഡ് ചെയ്യും, ഇതൊരു കോൺട്രാക്ട് ബ്രീച്ച് ആണ്, ഇങ്ങനെ യൂട്യൂബ് അല്ലേ, അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യും, ഇപ്പം ഈ മാസത്തെ പൈസ അയക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഈ മാസത്തെ പൈസ 20 എന്നുള്ളത് 20-ാം തീയതി കിട്ടിയില്ല, 22-ാം തീയതി എത്രയോ 15 ലെറ്റ്സ് ഇറ്റ് ബി, ഒരു 10 ദിവസം വൈകി കഴിഞ്ഞാൽ എന്നെ വിളിച്ച് ചോദിക്കുകയോ ഈ പറയുന്ന മീഡിയേറ്റേഴ്സ് വഴി എന്നെ കണക്ട് ചെയ്യുകയോ അഡ്വക്കേറ്റ് വഴി കണക്ട് ചെയ്യുകയോ ശ്രമിക്കാതെയാണ് യൂട്യൂബിൽ കമൻറ്റ് ഇടുന്നത്. അപ്പോൾ ആ 2 കമൻറ്റും വായിച്ചിട്ട് ഞാൻ വളരെ ഷോക്കായിട്ട് ഞാൻ പുള്ളിക്കാരത്തെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യണം, എൻ്റെ ഫോൺ എടുക്കുന്നില്ല, ഒരു പ്രകാരത്തിൽ എടുക്കുന്നില്ല. 2 ദിവസം കഴിഞ്ഞ് പുള്ളിക്കാരത്തിൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് എന്താ കാശ് അയക്കാത്തത്, ഇങ്ങനെയാണ് സ്കൂളിലൊരു അഡ്മിഷൻ കിട്ടി, പുതിയ സ്കൂളാണ്, ഇതാണ്, അവിടെ ചേർക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് ഏത് സ്കൂളാണ്, സ്കൂളിൻ്റെ പേര് പറയുന്നില്ല. അപ്പോൾ ഞാൻ എന്താ പറയാത്തത്, നിങ്ങൾ സ്കൂളിൻ്റെ പേര് പറയൂ, അല്ല ഞങ്ങളൊരു പ്രത്യേക രീതിയിലാണ് അവിടെ അഡ്മിഷൻ എടുത്തെന്ന് പറയും. എന്ത് തേങ്ങയാണെങ്കിലും സ്കൂളിലെ പേര് പറയും. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, 1 രൂപ നിങ്ങൾ ഫീസ് അടയ്ക്കണ്ട. അപ്പം എന്നോട് പറഞ്ഞു ഇത്രയാണ് ഫീസ് എമൗണ്ട്, അത് ഈ ഷെയർ തന്നാൽ മതി, ബാക്കി ഞാൻ പറഞ്ഞു വേണ്ട, മുഴുവൻ പൈസ ഞാൻ തരാം, സ്കൂളിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇതാ, ഞാൻ അവിടെ പോയി, അതൊന്നും പറ്റില്ല, സ്വന്തം അക്കൗണ്ട് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ ഞാൻ എൻ്റെ പുള്ളിക്കാരത്തിൽ കരയുന്നൊരു സൗണ്ട് ഞാൻ കേട്ടു അമ്മയുടെ ഫോണിൽ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വിഷമം തോന്നി. ഓക്കെ, ഇമ്മീഡിയറ്റ്ലി ആ മൊമെൻറ്റിൽ കോൾ കിട്ടിയത് ഞാൻ കാശ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാനിപ്പോൾ എൻ്റെ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പറഞ്ഞു, കൊടുത്തു കാശ്, ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ പുള്ളി പറഞ്ഞു ഇനി നീ കൊടുക്കണ്ട, ഇനി നീ ഈ പറയുന്ന സ്കൂളിലേക്ക് അയച്ചാൽ മതി, അതാണ് നമ്മുടെ എന്ന് പറയും. അപ്പം ഞാൻ നിയമപരമായിട്ട് ഫോളോ ചെയ്യാണ്, പുള്ളിക്കാരത്തിൽ നിന്ന് ഫോളോ ചെയ്യുന്നില്ല, നേരെ മറിച്ച് ഈ പറയുന്ന യൂട്യൂബിൽ വന്നിരുന്നാണ് കാര്യങ്ങൾ പറയുന്നത്. ഒരു കാലഘട്ടത്തിൽ ആഗ്രഹിച്ച പോലെയാണോ എന്നാൽ ഇപ്പോൾ ജീവിതം പോകുന്നത്? അല്ലല്ല, ഇതൊന്നും ഞാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ്. അതായത് ദൈവവിശ്വാസിയാണ്, ദൈവം ആഗ്രഹിച്ചതുപോലെ നടക്കുന്നു എന്നാണ് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്. എന്നുവെച്ചാൽ പക്ഷെ സന്തോഷമാണ് കേട്ടോ. ഒരിക്കലും എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആവണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഇല്ല, ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. എൻ്റെ ജീവിതം വേറെ എങ്ങനെയൊക്കെ ആവണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പ്രൊഫഷണലി അതെ, പേഴ്സണലി അതെ. പക്ഷെ ഇങ്ങനെയൊക്കെ ആയി. പക്ഷെ ഈ ആയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് കുറ്റവും വരാതെ പരിഭവമൊന്നുമില്ല. ഐ എം സോ മച്ച് ഹാപ്പി. എന്തായിരുന്നു അപ്പൊ ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്നത്? എങ്ങനെ ആകണം എന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത്? ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് ആക്ച്വലി എനിക്ക് വാസ് നോട്ട് ദാറ്റ് ഗുഡ്. കുട്ടിക്കാലം അത്ര നല്ല കുട്ടിക്കാലല്ലായിരുന്നു. ആ കുട്ടിക്കാലത്തിൽ നിന്ന് ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്കൂളിൽ നമ്മൾ എന്താവണമെന്ന് ആഗ്രഹിക്കൂലേ, നമുക്ക് എന്താ ആവണ്ട, ചിലർ പോലീസ്, എനിക്ക് നല്ലൊരു കല്യാണം കഴിച്ചൊരു നല്ല കുടുംബം വേണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെയാണ് ഞാൻ ടീച്ചറിൻ്റെ അടുത്താണെങ്കിലും പറഞ്ഞിരുന്നത്. അപ്പം ഞാൻ ഈ ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, എൻ്റെ വീട്ടിലെ ഒരു സമാധാനത്തിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മദ്യത്തിൻ്റെ ഒരു പ്രശ്നമായിരുന്നു കേട്ടോ. അപ്പം ഒരു പക്ഷേ എൻ്റെ പപ്പ സൂപ്പറാണ് ഇപ്പോഴും പണ്ടൊക്കെ സൂപ്പറാണ്. പക്ഷേ അളിയന് ഈ പറഞ്ഞ 2 പോയി കഴിഞ്ഞാൽ ഇച്ചിരി കയ്യിൽ നിന്ന് പോണ ആളാണ്. അങ്ങനെ 2 പോയി കയ്യിൽ നിന്ന് പോകുമ്പം വീട്ടിലുണ്ടാകുന്ന ആ ബുദ്ധിമുട്ടും എൻ്റെ മമ്മി അനുഭവിക്കുന്നതും ആണെങ്കിലും സമാധാനമില്ലാത്തൊരു പാസ്റ്റൊക്കെ ഞാൻ അനുഭവിച്ചിട്ട് നല്ലൊരു ഫാമിലി ലൈഫ് എനിക്ക് വേണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു. ഒരു പീസ്ഫുൾ ലൈഫ് വേണം, ഇങ്ങനെയൊന്നും ചെയ്യരുത്, എന്തോ അത് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ കല്യാണം ചെയ്യുന്ന 23-ാമത്തെ വയസ്സിലായിരുന്നു. ഓ, അത് വളരെ നേരത്തെ ആയി പോയത്. അത് മറ്റേ ആഗ്രഹത്തിന്റെ പുറത്ത് പോയി ചെയ്ത് കൊടുത്തു, വലിച്ചുപോയി. അപ്പൊ അത് നന്നാവണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു. നന്നായിരുന്ന അത് അങ്ങനെ നന്നായി എന്നിട്ട് വളരെ ചെറിയ പ്രായത്തിലെ ഒരു വലിയ മകന്റെ അച്ഛനായിട്ട് അവനുമായി ചെത്തി നടക്കണം, ഡാൻസ് കളിക്കണം, അങ്ങനത്തെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. അതൊന്നും നടന്നില്ല. പക്ഷെ എന്തുകൊണ്ട് 23-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചേ? അത് ഭയങ്കര ഏർലി ഏജ് ആണെന്ന് തോന്നിയിരുന്നില്ലേ? അന്ന് തോന്നിയില്ല. ആണോ? അന്ന് വീട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്തോ അങ്ങനെ ഒരു സാഹചര്യം? അങ്ങനെ ആയിരുന്നു, അതുകൊണ്ട് അവരൊക്കെ കൂടെ നിന്നു. ആണ്. അതിനുശേഷം നമ്മള് നല്ല കുട്ടിയുടെ അച്ഛനാവണം, അല്ലെങ്കിൽ അച്ഛനും മോനും തമ്മിൽ ഭയങ്കര സ്നേഹം ഉണ്ടാവണം എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ എങ്ങനെയായിരിക്കും ലൈഫിനെ പ്ലാൻ ചെയ്യുന്നത് എന്നൊക്കെ ആ കാലത്ത് ആലോചിച്ചിട്ടുണ്ടോ? വീണ, അതായത് വീണ ആലോചിക്കണം, എനിക്ക് 23 വയസ്സേ ഉള്ളൂ.
എൻ്റെ മകനെ പ്രസവിക്കുന്നത് തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ്, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. അന്ന് എൻ്റെ വരുമാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തുച്ഛമായ വരുമാനമാണ്. പക്ഷേ എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു അവൻ അവിടെ ജനിച്ചാൽ മതി. എൻ്റെ മകൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് ഒരു വലിയ ഹോട്ടലാണ്. അന്ന് 4 സ്റ്റാർ ഹോട്ടലാണ് അത്. തിരുവനന്തപുരത്ത് ഏറ്റവും വലിയൊരു SP ഗ്രാൻഡേഴ്സ് എന്ന് പറഞ്ഞൊരു വലിയ ഹോട്ടലിൽ ഒരു വലിയ പരിപാടിയാണ്. അതെൻ്റെ നിർബന്ധമായിരുന്നു. എൻ്റെ മകനെ വാക്സിനേഷന് കൊണ്ടുപോകുന്ന സമയത്ത് ഞങ്ങൾ ഊബർ നോക്കിയപ്പോൾ ഊബർ കിട്ടാതെ നിവൃത്തിയില്ലാണ്ട് ഞാൻ സ്കൂട്ടറിൽ കൊണ്ടുപോയി. അവന് വെയിലടിച്ചിട്ട് പിന്നെ ബുദ്ധിമുട്ടായി. ഞാൻ ഒരു വണ്ടി മേടിക്കണം നിർബന്ധിച്ച് ഒരു കാർ. പക്ഷേ നമ്മളെ വീട് ഡോക്യുമെൻ്റ് വെച്ചിട്ട് നമ്മൾ വണ്ടി എടുത്തു. അപ്പം ഇതൊക്കെ ഞാൻ എൻ്റെ ആ ഒരു സമയത്ത് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടാണ്. അപ്പോൾ പിന്നെ ആലോചിക്കണം ഞാൻ എന്തോരം ഇമ്പോർട്ടൻസ് എൻ്റെ ലൈഫിന് കൊടുത്തിരുന്നു. സത്യം ഞാൻ ഭയങ്കര ആഗ്രഹിച്ചാണ് എൻ്റെ മോനെ ഇങ്ങനെ, പക്ഷെ നടന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ആഗ്രഹിച്ചടുത്തല്ല. ഞാൻ അതൊക്കെയാണ് ആഗ്രഹിച്ചത്, നടന്നില്ല. പക്ഷെ ഇപ്പം ഞാനത് ആ ലൈഫ് ജീവിക്കുകയാണ്. ഇപ്പം ഞാൻ ആ ലൈഫ് ജീവിക്കുകയാണ്. എനിക്ക് ഇപ്പം ഞാനുള്ളിടത്ത് ഞാൻ വളരെ ഹാപ്പിയാണ്. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ സമയത്തൊക്കെ. എനിക്കിങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് ഞാൻ സത്യം, അതായത് അന്ന് ഈ പറയുന്ന ഡോക്യുമെന്റ്, വീടിന്റെ ലോണിന് ഡോക്യുമെന്റ് വെരിഫൈ ചെയ്യാൻ വരുന്ന വില്ലേജ് ഓഫീസർ 500 രൂപ കൊടുക്കണം, അതെൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എൻ്റെ മകനോ എൻ്റെ ഭാര്യ, ആ സമയത്ത് എൻ്റെ ഭാര്യയോ എൻ്റെ ഭാര്യയുടെ അമ്മയോ പട്ടിണി കിടന്നിട്ടില്ല. ഒരു വളരെ മനോഹരമായാണ് ജീവിച്ചത്. അതൊക്കെ ഞാൻ ഭയങ്കര പ്രൗഡാണ് ആ കാര്യത്തിൽ. ആ എന്നെയാണ് അതാണ് എനിക്ക് ഭയങ്കര വിഷമം. പക്ഷേ എനിക്ക് എപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെയൊക്കെ കൊണ്ടു നടക്കുന്ന ഒരാൾക്ക് എങ്ങനെയാ നമ്മൾക്ക് എതിരാകാൻ പെട്ടെന്നൊരു ദിവസം തീരുമാനിക്കാൻ പറ്റുന്നത്? പെട്ടെന്നൊരു ദിവസം തീരുമാനിച്ചല്ലല്ലോ വീണ. പെട്ടെന്നൊരു ദിവസം തീരുമാനിച്ചതാണെങ്കിൽ അന്ന് തൊട്ടല്ലേ ഇതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നടക്കേണ്ടത്. ഇത് പണ്ട് തുടങ്ങിയ ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് പലർക്കും ഇപ്പോൾ ഒരു ന്യൂ ഇൻഫർമേഷൻ ആയിരിക്കും. അതായത് എൻ്റെ വീട്ടിൽ ഒരു ഗ്ലാസ് ടീപ്പ ഉണ്ടായിരുന്നു. ഇത് മറിഞ്ഞ് വീണ് പൊട്ടി. അപ്പം ഞാൻ ഇത് പറക്കി കളഞ്ഞപ്പോൾ എൻ്റെ കൈ മുറിഞ്ഞിട്ട് ചോര വീണു. ചോര താഴെ വീണു. അപ്പം ഞാൻ കൈ മുറിഞ്ഞപ്പോൾ സോഫയിൽ ഇങ്ങനെ ഇരുന്നു. പുള്ളിക്കരുതി ആ ഫോട്ടോ എടുത്ത് ചുമ്മാ ഞാൻ വിഷമിച്ചാണ് ഞാൻ ഇരിക്കുന്നത്, മുറിഞ്ഞല്ലോ. ആ ഫോട്ടോ എടുത്തു. കുറേ കാലം കഴിഞ്ഞിട്ട് ഈ ഫോട്ടോ ഈ ബിഗ് ബോസ് കഴിഞ്ഞ സമയത്ത് യൂട്യൂബിൽ വന്നു. പുള്ളിക്കാരത്തി എടുത്ത ഫോട്ടോ ആണ്. എന്നിട്ട് പുള്ളിക്കാരത്തി അതിൻ്റെ താഴെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പുള്ളിക്കാരത്തിയൊക്കെ കുത്തി ആ ചോരയാണ് താഴെ വീണെന്ന്. ഇങ്ങനെ ഒരാൾ പറയാണ്. കുത്തിയ പോലീസ് കുത്തിയ പോലീസ് പിടിക്കൂലേ? ആ കുത്തി എൻ്റെ കൂടെ പിന്നെ റയാൻ, അതെൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് നടന്ന സംഭവമാണ്. പിന്നെ റയാൻ ജനിക്കണ്ടേ? റയാൻ ജനിച്ച് 1 വർഷം എൻ്റെ കൂടെ താമസിച്ചില്ലേ? രണ്ടാമത്തെ. അപ്പം ഇങ്ങനെ കുത്തുന്ന ഒരാളോട് ജീവിക്കും ഒരാൾ. ഇത് പുള്ളിക്കാരത്തി ഒരു എവിടെ ഒരു കമൻ്റായിട്ട് ഇട്ടു, ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ താഴെ ഈ ഫോട്ടോസും പരിപാടിയൊക്കെ ഇട്ട് പുള്ളിക്കാരത്തി ഇട്ട് അതൊരു യൂട്യൂബർക്ക് അയച്ചു കൊടുത്തിട്ട് എൻ്റെ നല്ല കാലത്തിന് ആ യൂട്യൂബർക്ക് എന്നോട് സ്നേഹമുള്ളതുകൊണ്ട് എൻ്റെ ഒരു സുഹൃത്തുമായി കണക്ട് ചെയ്യുന്നു. താങ്കളുടെ ഭാര്യ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്നു. ഇത് വീഡിയോ ഇടാനാണ് പറയുന്നത്. ഞാൻ എന്തായാലും ഇടുന്നില്ല ചേട്ടാ, ജസ്റ്റ് ലെറ്റിങ് യു നോ. അപ്പം ഞാൻ ആലോചിക്കുകയാണ് എന്തിനാണ് അങ്ങനെ, എന്ത് ദ്രോഹമാണ് ചെയ്തത്? എനിക്കറിയില്ല എന്ത് ദ്രോഹമാണ് ചെയ്തത്. എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും ചെയ്തെങ്കിൽ പറയൂ, എന്ത് ദ്രോഹമാണ് ചെയ്തത്? അറിയില്ല വീണ. അതെ അതെ, അതൊക്കെ പോട്ടെ. ഇനിയത്തെ ഒരു സ്വപ്നം എന്താ? സിനിമ ചെയ്യണം. സിനിമ ഡയറക്റ്റ് ചെയ്യണം. അത് കുറെ കാലമായി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് എൻ്റെ ഒരു അൾട്ടിമേറ്റ് ഗോൾ. ഈ സിനിമയാണെങ്കിലും കുറേ ആൾക്കാർ ഇങ്ങനെ ലാസ്റ്റ് മിനിറ്റ് അങ്ങനെ തട്ടി പോകുമ്പോഴത്തേക്കും ഭയങ്കര ഡിസപ്പോയിൻമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, സിനിമ ഇങ്ങനെയാണെന്ന് എനിക്കറിയാം. ഞാൻ സിനിമയിൽ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ കൊറിയോഗ്രാഫർ ആയിട്ടാണെങ്കിലും ഞാൻ സിനിമ വർക്ക് ചെയ്തിട്ടുണ്ട്, സ്റ്റേജ് ഷോ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പം എനിക്ക് മാത്രം കിട്ടിയൊരു പ്രിവിലേജാണ്. അതായത് ഒരു മ്യൂസിക് ഷോ, അമ്മ പോലത്തെ ഒരു മ്യൂസിക് ഷോ. അതായത് ഉയരെ എന്ന് പറഞ്ഞൊരു ഷോ നടന്നായിരുന്നു. ഉയരെ എൻ്റെ കോൺസെപ്റ്റ്, ഞാനാണ് ഉയരെ ഡയറക്റ്റ് ചെയ്തത്. കൊച്ചിയിലല്ല, ദുബായിൽ. അത് എൻ്റെ കോൺസെപ്റ്റാണ്. അപ്പോൾ ആ ഒരു 12 വലിയ സിംഗേഴ്സ്, വിനീത് ശ്രീനിവാസൻ, സിത്താര ചേച്ചി ഉൾപ്പെടെ ഒരു 12 സിംഗേഴ്സിനെ എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെ ഒരു ഷോ പുൾ ഓഫ് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടും അവിടേക്ക് ഞാൻ എത്തിയത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടും സിനിമയിലേക്ക് എത്തുമെന്ന് എനിക്ക് ഉറപ്പാണ്. കുറേ റിജക്ഷൻസ് വരും. ഇപ്പം അതാണെങ്കിലും ഭയങ്കര കുറച്ച് ട്രൈ ചെയ്ത് സംഭവിച്ചൊരു സാധനമാണ്. അതുപോലെ ഇത് നടക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഡിസപ്പോയിൻമെന്റ് ഇല്ല, നടക്കും.
നമ്മളിപ്പോൾ ഈ ഇന്റർവ്യൂ പുറത്തിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വരും, പലതരത്തിലുള്ള കമന്റുകൾ വരും. ഇനി ഈ നമ്മൾ പറഞ്ഞ വ്യക്തി തന്നെ ചിലപ്പോൾ ന്യായീകരിക്കാൻ ശ്രമിച്ചെന്നിരിക്കും. അതെ, അതിലെന്തെങ്കിലും പേടിയോ ടെൻഷനുകളോ ഉണ്ടോ? ഇല്ല, ഇനിയില്ല. ഇനി അങ്ങനെ പേടിച്ചിട്ടും ടെൻഷൻ എടുത്തിട്ടും ജീവിക്കണമെന്ന് തോന്നുന്നില്ല വീണ. ബിക്കോസ് അതിലൊന്നും ഒരു കാര്യമില്ല. പറയാനുള്ളത് ഇനി പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഒരാളുടെ ജീവിതം നശിപ്പിക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഞാൻ വിചാരിച്ച ഒരാൾ അടിപൊളിയായിട്ട് ജീവിക്കുന്ന, അടിപൊളിയാക്കാൻ കുറച്ച് കഷ്ടപ്പാടുള്ള പരിപാടിയാണ്. ഞാൻ ആ തരത്തിൽ ചിന്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ പറഞ്ഞ അഭ്യൂഹങ്ങൾക്കൊന്നും മറുപടി കൊടുക്കാതെ ഞാൻ മാറിയിരുന്നത്. പക്ഷെ ഇപ്പം വീണ പറഞ്ഞ പോലെ എനിക്ക് എന്നെ മാത്രം നോക്കിയാൽ പോരാ. എനിക്ക് എൻ്റെ ഭാര്യയാകാൻ പോകുന്ന ആളെയും എൻ്റെ മകളെയും എനിക്ക് കൺസിഡർ ചെയ്യണം. എൻ്റെ മകൾ എൻ്റെ പേര് കേൾക്കുമ്പോൾ തല ഉയർത്തിപ്പിടിക്കണം. മനസ്സിലായോ? ഖുഷിയുടെ ഡാഡിയാണ് എന്ന് പറയുമ്പോൾ ഷീ ഹാസ് ടു ബി പ്രൗഡ് ഓഫ് മൈസെൽഫ്. എനിക്ക് തല പൊക്കി അത് എൻ്റെ ഡാഡിയാണ് സെബിൻ എന്ന് പറയാനുള്ള ധൈര്യം ഖുഷിക്ക് ഉണ്ടാവണം, ആര്യയ്ക്ക് ഉണ്ടാവണം. അത് ഇതെൻ്റെ ഭർത്താവാണെന്നുള്ളത് ആര്യയും ധൈര്യത്തോടെ നിന്ന് പറയണം. എൻ്റെ സുഹൃത്തുക്കളും പറയണം സെബിൻ എൻ്റെ സുഹൃത്താണെന്ന്. അവർക്കൊക്കെ കോൺഫിഡൻസ് ആയിട്ട് എൻ്റെ പേര് നിൽക്കണമെങ്കിൽ എനിക്ക് ചിലരുടെ മുഖം വികൃതമാക്കേണ്ടി വന്നാൽ എന്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ ഞാൻ ഇനി അത് ചെയ്യാൻ തയ്യാറാണ്. റയാനും തിരിച്ചറിയണം. ഡെഫിനറ്റ്ലി. റയാൻ ഒരിക്കലും ഞാനൊരു മോശം അച്ഛനാണെന്ന് അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ അവന് മനസ്സിലായി. ഞാൻ നിന്റെ അപ്പ എന്നാണ് ഞാൻ എന്നെ വിളിക്കാൻ പഠിപ്പിച്ചത്. ഇപ്പോഴവൻ അങ്ങനെ ഡാഡി എന്ന് ലൈൻ എന്നൊക്കെ വിളിക്കാറുണ്ട്. ബട്ട് അവൻ വളരുമ്പോൾ എൻ്റെ അപ്പ എനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവനും അറിയണം. ഇനി ഞാൻ സൈലന്റ് ആയിട്ടിരിക്കണം എന്ന് ഞാൻ തിങ്ക് ചെയ്യുന്നില്ല. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എൻ്റെ ഭാഗം ഞാൻ വൃത്തിയായിട്ട് പറയും. ഞാൻ തന്നെ വന്നിരുന്ന് പറയും. ഈ കോൺഫിഡൻസ് എന്നും ഉണ്ടാകട്ടെ. സത്യങ്ങൾ വിളിച്ചു പറയുക തന്നെ വേണം. അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ആരും സംസാരിക്കില്ല. അതുകൊണ്ട് അപ്പോൾ എല്ലാവിധ ആശംസകളും, നല്ലൊരു വിവാഹ ജീവിതത്തിന് എല്ലാവിധ ആശംസകളും, കാര്യങ്ങളെല്ലാം ഗംഭീരാകട്ടെ. സിനിമ എന്ന് പറയുന്ന വലിയ സ്വപ്നം വളരെ പെട്ടെന്ന് യാഥാർത്ഥ്യമാകട്ടെ. വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്. വീണയ്ക്കും കൺഗ്രാജുലേഷൻസ്. വീണയ്ക്ക് ആദ്യം കൺഗ്രാജുലേഷൻസ് പറയണമെന്ന് പറഞ്ഞാണ് ഞാൻ വന്നത്. കൺഗ്രാജുലേഷൻസ്. എല്ലാം അടിപൊളിയാവട്ടെ. അങ്ങനെ തന്നെ സുഖപ്രസവം ആശംസിക്കുന്നു. അയ്യോ, പ്രസവമേ അത്ര സുഖമുള്ള പരിപാടിയല്ല. നൊന്ത് പ്രസവിച്ചെന്നൊക്കെ പിന്നെ കെടുത്തി പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് അങ്ങനെ പറയണമെന്നില്ല. Krishna Leela, Joy Alucas, world's favorite jeweler.